എന്താ മോളെ, എന്തു പറ്റി? എന്താ ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഇന്ന് ഞങ്ങൾ സ്കാനിങ്ങിന് പോയിരുന്നു. അതേക്കുറിച്ച് അമ്മയോട് പറയുകയായിരുന്നു. ആണോ? എന്നിട്ട് ഡോക്ടർ എന്താ പറഞ്ഞത്? മോൾക്കും കുഞ്ഞിനും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല അച്ഛാ, എല്ലാം ഓക്കെയാണ്. എന്നാ മോള് ചെല്ല്, പോയി റെസ്റ്റ് എടുക്ക. പ്രഭാകരൻ അത് പറഞ്ഞതും ചാരു ലിഫ്റ്റിന്റെ അടുത്തേക്ക് നടന്ന് പുറകെ ദേവും. അന്ന് ചാരു പിന്നെ അവനോട് ഒന്നും സംസാരിച്ചില്ല. അവളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതി ദേവ് അങ്ങോട്ടും മിണ്ടാൻ പോയില്ല. അടുത്ത ദിവസം രാവിലെ ദേവ് കണ്ണുകൾ തുറന്ന് നോക്കുമ്പോൾ അവന്റെ അരികിൽ കിടന്നിരുന്ന ചാരുവിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. അവൻ കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. ആ സമയം ചാരു കുളിയെല്ലാം കഴിഞ്ഞ് ഈറൻ മുടിയിൽ തോർത്തുകെട്ടി ഒരു മഞ്ഞ കളറിലുള്ള ചുരിദാർ ഇട്ടുകൊണ്ട് പുറത്തേക്ക് വന്നു. അവൾ മുടിയിൽ നിന്നും തോർത്തഴിച്ച് മുടിയിലെ വെള്ളം മാറ്റാൻ തുടങ്ങി. പുറത്തുനിന്നും ജനലിന്റെ ഗ്ലാസിനിടയിലൂടെ മുറിയിലേക്ക് വന്ന നേർത്ത വെയിലിൽ അവളുടെ മുടിയിലെ വെള്ളത്തിന്റെ ചീറ്റൽ പാറി നടന്നു. ആ കാഴ്ചയിൽ നിന്ന് മിഴികളൊന്ന് ചിമ്മാൻ പോലും ദേവിന് തോന്നിയില്ല. അവളുടെ മുടിയിൽ നിന്നും തെറിച്ചുപോയൊരു വെള്ളത്തുള്ളി ദേവിന്റെ ദേഹത്ത് പതിച്ചു. അതിൽ അവന്റെ ശരീരം മുഴുവൻ കോരിത്തരിച്ചുപോയി. അവന്റെ ശരീരത്തിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു. ദേവ് പതിയെ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുന്ന ചാരുവിന്റെ അടുത്തേക്ക് പോയി. അവളെ പുറകിലൂടെ പോയി കെട്ടിപ്പിടിച്ചു. നീണ്ടു കിടക്കുന്ന അവളുടെ മുടിയെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത് അവളുടെ പിൻകഴുത്തിൽ അവൻ അവന്റെ മുഖം വെച്ചു. ചാരുവിനപ്പോ പ്രത്യേകമായൊരു അനുഭൂതി ലഭിക്കുകയായിരുന്നു. ഒരു പുരുഷന് സ്ത്രീയുടെ വികാരങ്ങളെ ഉണർത്താൻ ഏറ്റവും നല്ല മാർഗം അവളുടെ പിൻകഴുത്തിൽ മൃദുവായി സ്പർശിക്കുന്നതും ചുംബിക്കുന്നതുമാണെന്ന് അവൾ വായിച്ച പുസ്തകത്തിലെ വരികൾ ചാരുവിന്റെ മനസ്സിലേക്ക് വന്നു. അവനെ അവളിൽ നിന്നും തള്ളി മാറ്റണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവളുടെ ശരീരമൊന്ന് ചലിപ്പിക്കാൻ പോലും ചാരുവിന് അപ്പോൾ കഴിഞ്ഞില്ല. അവൾ കണ്ണുകളടച്ച് അവിടെ നിന്നു. ദേവ് അവളുടെ ശിരസ് പതിയെ ഒരു ഭാഗത്തേക്കാക്കി അവളുടെ കഴുത്തിൽ അമർത്തി ചുംബിച്ചു. ചാരുവിൽ നിന്നും അറിയാതെയായി ശീൽക്കാര ശബ്ദമുയർന്നു. അവൻ അവളെ പതിയെ അവന്റെ മുഖത്തോട് തിരിച്ചു നിർത്തി. അവൾ നെറുകയിൽ ചാർത്താൻ കയ്യിലെടുത്തിരുന്ന സിന്ദൂരച്ചേപ്പിന്റെ അടപ്പ് തുറന്ന് അതിൽ നിന്നും സിന്ദൂരമെടുത്ത് അവളുടെ നെറുകയിൽ ചാർത്തി കൊടുത്തു. എവിടേക്ക് പോവാൻ ഒരുങ്ങുന്നേ? കോളേജിലേക്ക്. ഞാൻ പോയി റെഡി ആയിട്ട് വരാം എന്നാല്. ദേവ് അതും പറഞ്ഞ് അവിടെ കിടന്നിരുന്ന തോർത്തെടുത്ത് ബാത്റൂമിലേക്ക് പോയി. ചാരു കുറച്ചു നിമിഷങ്ങൾ അനങ്ങാൻ കഴിയാതെ നിശ്ചലയായി അവിടെ തന്നെ നിന്നു. അവന്റെ ആ ചുംബന വലയത്തിൽ നിന്നും പുറത്തു കടക്കാൻ അവൾക്ക് കുറച്ച് സമയം വേണ്ടി വന്നു. എന്താ ചാരു ഇത്? ഇന്നലെ അയാൾ നിന്നോട് അങ്ങനെയൊക്കെ ചെയ്തിട്ടും എങ്ങനെയാണ് എനിക്ക് അയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കാൻ കഴിഞ്ഞത്? ചാരു കണ്ണാടിയിലേക്ക് നോക്കി അവളോട് തന്നെ ചോദിച്ചു. എന്താ കണ്ണാടിയിൽ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നേ? സ്വന്തം സൗന്ദര്യം ആസ്വദിക്കുകയാണോ? അല്ല, നിങ്ങളുടെ അന്യൻ സ്വഭാവത്തെ കുറിച്ച് ചിന്തിച്ച് നിന്നു പോയതാ. അന്യൻ സ്വഭാവോ? ആ അതെ, ഇന്നലെ കണ്ട ആളല്ലല്ലോ ഇന്ന്. ചില സമയത്ത് തോന്നും ഞാൻ നിങ്ങൾക്ക് ആരൊക്കെയാണെന്ന്. നിങ്ങൾ നൽകുന്ന സംരക്ഷണവും സ്നേഹവും എല്ലാം സത്യമാണെന്ന്. പക്ഷേ ചില നേരത്തെ നിങ്ങളുടെ അവഗണന കാണുമ്പോൾ എന്നെ ഒരു മനുഷ്യനായിട്ട് പോലും നിങ്ങൾ പരിഗണിക്കുന്നില്ലെന്ന് തോന്നും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ കുറച്ചെങ്കിലും എന്നോട് സ്നേഹമുണ്ടോ? സ്നേഹമുണ്ടോന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ. ഈ 9 മാസങ്ങൾ പെട്ടെന്ന് അവസാനിക്കരുത് എന്ന് എന്റെ മനസ്സെന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇഷയെ സ്വന്തമാക്കാമെന്ന സന്തോഷത്തേക്കാൾ നിന്നെ പിരിയേണ്ടി വരുമല്ലോ എന്ന വേദന എന്നെ അലട്ടുന്നുണ്ട്. എന്നാ എന്നെ ഒഴിവാക്കാതിരുന്നൂടെ? ചാരു നിറഞ്ഞ കണ്ണുകളോട് ചോദിച്ചു. അവളുടെ ആ ചോദ്യത്തിന് മുന്നിൽ അവൻ ഒരു നിമിഷം പതറിപ്പോയി. അവൾക്ക് എന്ത് മറുപടി നൽകണമെന്നറിയാതെ അവൻ നിശബ്ദനായി നിന്നു. പറ്റില്ല അല്ലേ? ഞാൻ എന്തൊക്കെയായി ചോദിക്കുന്നേ? ഈശയെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രം എന്നെ വിവാഹം കഴിച്ച നിങ്ങൾക്ക് എന്നോട് എങ്ങനെ ഇഷ്ടം തോന്നാനാണല്ലേ? നിന്നോട് എനിക്ക് ഇഷ്ടം തോന്നിയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇഷ്ടമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ല. ചാരു, ഇഷ എന്ന മാറ് നമുക്കിടയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ എന്റെ ജീവനെ പോലെ നിന്നെ പ്രണയിച്ചേനെ. എന്റെ മുഴുവൻ സ്നേഹവും ഞാൻ എനിക്ക് തന്നേനെ. അവൻ അവളെ അവന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തി. ഈ ജന്മത്തിൽ അത് നടക്കില്ലല്ലോ, അടുത്ത ജന്മത്തിലെങ്കിലും അത് സാധിക്കട്ടെ. അവൻ അവന്റെ കൈകൾ അവളുടെ ദേഹത്ത് നിന്നും വിടുവിപ്പിച്ച് അവിടെ നിന്നും പോയി ബാഗുമെടുത്ത് താഴേക്കിറങ്ങി. ദേവിന് ആ സമയം അവന്റെ ഹൃദയം കീറിമുറിക്കുന്ന പോലെയുള്ള വേദന അനുഭവപ്പെടുകയായിരുന്നു. ഇവളെ പോലെ ഒരു പാവം പെൺകുട്ടിയെ തന്നെ നിന്റെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തത് എന്തിനാണ് ദേവ്? അവൻ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദേവിന്റെ ഫോൺ റിംഗ് ചെയ്തത്. ഹലോ, പറയൂ നരൻ. നീ എവിടെയാ ദേവ്?
എത്രയും പെട്ടെന്ന് നീ ഓഫീസിലേക്ക് വാ. ഞാനും നരനും ഇവിടെയുണ്ട്. അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് നിന്നോട്. എന്താടാ, എന്തു പറ്റി? ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാം ഇവിടെ വന്നിട്ട് പറയാം. ഓക്കെ, ഞാൻ ഷാരുവിനെ ഒന്ന് കോളേജിലാക്കി കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് വരാം. അതും പറഞ്ഞ് ഫോൺ കട്ടാക്കി. മാറ്റിലെല്ലാം കഴിഞ്ഞ് അവൻ വേഗം താഴേക്കിറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഷാരുവിനെയും കൂട്ടി വണ്ടിയിൽ കയറി നേരെ കോളേജിലേക്ക് വിട്ടു. എന്നാ ശരി, ഞാൻ പോട്ടെ. നിക്ക്, വണ്ടി സൈഡാക്കിത്തിട്ടെ. ഞാൻ ക്ലാസ്സിലേക്ക് ആക്കി തരാം, ഒറ്റയ്ക്ക് പോകണ്ട. അവൻ വണ്ടി പാർക്ക് ചെയ്ത് ഇറങ്ങി അവളുടെ കൈ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു. അല്ല, സെക്കൻഡ് ഫ്ലോറിലല്ലേ നിന്റെ ക്ലാസ് റൂം? ലിഫ്റ്റ് ഉണ്ടോ ഇവിടെ? ഇവിടെ ലിഫ്റ്റ് ഒന്നുമില്ല. അയ്യോ, അപ്പൊ നീ എങ്ങനെ പോകും? സ്റ്റെപ്പ് കയറണം, അല്ലാതെ എന്ത് ചെയ്യാനാ? സ്റ്റെപ്പ് കയറാനോ? നോ വേ, അത് റിസ്ക് ആണ്. പിന്നെ എനിക്ക് ഇവിടുന്ന് പറക്കാനൊന്നും പറ്റില്ലല്ലോ. നീ പറക്കണ്ട, ഞാൻ എടുത്താ പോരെ. അയ്യേ, നിങ്ങൾ എന്തേ പറയുന്നേ? ഇവിടെ വെച്ച് എന്നെ എടുക്കാനോ? ആ, അതിനിപ്പോ എന്താ? അയ്യേ, നിങ്ങളൊന്ന് പോയിക്കേ, ഇവിടെയുള്ളവർക്ക് എന്നെ കളിയാക്കും. എന്തിന്? അവന്മാരുടെ ഒന്നും വീട്ടിൽ പോയാലല്ലോ ഞാൻ എടുക്കുന്നേ, എന്റെ ഭാര്യയല്ലേ. അവളുടെ മറുപടിക്ക് കാത്തു നിൽക്കാതെ അവൻ അവളെ ഇരു കൈകളിലും കോരിയെടുത്ത് സ്റ്റെപ്പുകൾ കയറാൻ തുടങ്ങി. അത് കണ്ട് അവിടെയുള്ള സ്റ്റുഡൻസും ടീച്ചേഴ്സും എല്ലാം അവരെ നോക്കുന്നുണ്ട്. ചിലർ മുഖം പൊത്തി ചിരിക്കുന്നുണ്ട്, മറ്റു ചിലർ വളരെ റൊമാൻറ്റിക് കപ്പിൾസ് എന്ന ഭാവത്തോടെ അവരെ ഉറ്റു നോക്കുന്നുണ്ട്. അയ്യേ, എന്നെ വിട്, പിള്ളേരൊക്കെ ശ്രദ്ധിക്കുന്നു. തുള്ളാതിരി കൊച്ചവിടെ. അവൻ സ്റ്റെപ്പുകൾ കയറി സെക്കൻഡ് ഫ്ലോറിലെത്തി. അപ്പോൾ അവിടെ തരുൺ ഒരു ബുക്കും നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ അവിടെ കണ്ടതും ദേവ് അവളെ ഒന്നുകൂടെ അവന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. മതി, ഇവിടെ എത്തിയില്ലേ, ഇനി താഴെ വെക്ക്. പിന്നെ ഞാൻ പോവാണ്. ഇനി ഇവിടെ കിടന്ന് തുള്ളി കളിക്കാൻ നിൽക്കണ്ട. ക്ലാസ് കഴിഞ്ഞ വിളിക്ക്, ഞാൻ വരാം. ദേവ് അവളോട് യാത്ര പറഞ്ഞ് തരുണിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവിടെ നിന്നും ഇറങ്ങി. എന്നെ കാണിക്കാനാണോ ഈ ഷോ ഓഫ് ഒക്കെ? അവരോടെന്നെ ചോദിക്കായിരുന്നില്ലേ? അവനോട് സംസാരിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ സ്നേഹിച്ചത് നിന്നെയാണ്. അപ്പോ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയേണ്ടതും നിന്നിൽ നിന്നാണ്. ചാരു, നീ എപ്പോഴാ എത്തിയത്? നീ ഇന്ന് വരുന്നുണ്ടെന്ന് മെസ്സേജ് അയച്ചത് മുതൽ ഞാൻ നിന്നെ കാത്തിരിക്കുക ഇവിടെ. നന്ദു അവിടേക്ക് വന്നു. ഹോ, അപ്പൊ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും നീ കണ്ടില്ലേ? തരുണിന്റെ ശബ്ദത്തിൽ ദേഷ്യം നിറഞ്ഞിരുന്നു. ഇവിടെ ഭയങ്കര റൊമാൻറ്റിക് സീനായിരുന്നില്ലേ? മിസ്റ്റർ ആദിദേവ് മാളിയേക്കൽ ഭാര്യയെ എടുത്തുകൊണ്ടല്ലേ സ്റ്റെപ്പുകൾ കയറിയത്? ഭാര്യയോടുള്ള സ്നേഹം തുളുമ്പുകയായിരുന്നില്ലേ? നിങ്ങൾക്ക് തെറ്റി സർ. അത് ഭാര്യയോടുള്ള സ്നേഹം കൊണ്ടല്ല. അവളുടെ വയറ്റിൽ കിടക്കുന്ന അയാളുടെ കുഞ്ഞിനൊന്നും സംഭവിക്കാൻ പാടില്ല. ആ ഒരൊറ്റ ലക്ഷ്യം അയാൾക്കുള്ളൂ. എന്താ ചാരു, അങ്ങനെ തന്നെയല്ലേ? നീ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അത് പിന്നെ എന്താ നീ വെക്കി വെക്കി പറയുന്നേ? എനിക്കറിയില്ല നന്ദു. എന്താ അറിയില്ല എന്ന്? ഒന്നും അറിയില്ല. അയാൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും കരുതലിന്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. അത് മനസ്സിലാക്കാൻ നീ കൂടുതൽ ആലോചിച്ച് ബുദ്ധിമുട്ടണ്ട. നീ നോക്കിക്കോ, അയാളുടെ കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കിട്ടുന്ന നിമിഷം നീ അവൻ ആരുമല്ലാതാവും. ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന കറിവേപ്പില പോലെ അയാളുടെ ജീവിതത്തിൽ നിന്നും അയാൾ നിന്നെ വലിച്ചെറിയും. സ്റ്റോപ്പ് നന്ദു, പ്ലീസ് സ്റ്റോപ്പ് ദിസ് ടോപ്പിക്. ആ വീടിനുള്ളിൽ തന്നെ ഇരുന്ന് വീർപ്പ് മുട്ടിയിട്ടാ ഞാൻ കോളേജിലേക്ക് വരാൻ തീരുമാനിച്ചേ. നീ വെറുതെ എന്റെ പ്രഷർ കൂട്ടല്ലേ. എന്റെ കുഞ്ഞിനെ അത് ബാധിക്കും. അവൾ വയറിൽ കൈവച്ചു. പിന്നെ നന്ദു ഒന്നും പറയാൻ നിന്നില്ല. എന്താടാ, എന്താ പ്രശ്നം? എന്തിനാ നിങ്ങൾ വേഗം വരാൻ പറഞ്ഞത്? ദേവ് ഓഫീസിലെത്തി നേരെ നരന്റെയും പ്രദീപിന്റെയും അടുത്തേക്ക് പോയി. തുടരും.